പടം കൊള്ളായിരുന്നു, നല്ലായിരുന്നു. ഞാൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. സോ ഞാൻ അഭിനയിച്ചോട് പറയല്ല, നല്ല പടം, എല്ലാവരും കാണും. ഞാൻ ടോവിനോ ഫാനാണ്. അപ്പോൾ ആളുടെ പടത്തിൽ അഭിനയിക്കാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷം. അടിപൊളിയായിട്ട് ഡയറക്ടർ ഡിജോസഫ് ഒരു രക്ഷയില്ല, പക്ക. ഫാമിലി ആയിട്ട് പോകാം, കപ്പിളായിട്ട് പോകാം, ഫ്രണ്ട്സായിട്ട് പോകാം, എല്ലാവർക്കും വാച്ചിട്ടുള്ളതാണ്. പണം കൊള്ളാം, പൊളി വീട്ടിലെ പടമാണ്. കുഴപ്പമില്ല, നല്ല അഭിനയം കൊള്ളാം, നല്ല പടമാണ്. കൊള്ളായിരുന്നു, എല്ലാം കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. വിഷുവാ വിഷുവിനെ കാണാൻ പറ്റിയ പടമാണ്, പൊളിയാണ്, നല്ല പടമായിരുന്നു. മേക്കിംഗ് ഒക്കെ എല്ലാം കൊള്ളായിരുന്നു, എല്ലാം അടിപൊളി, ആക്ഷനും എല്ലാം പൊളിയായിരുന്നു. ഇമോഷണൽ സീക്വൻസ് ഒക്കെ കുഴപ്പമില്ല, വർക്കായിട്ടുണ്ട്. കണ്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല, അത് അടിപൊളിയായിരുന്നു, നല്ല പടം, അടിപൊളി, സൂപ്പർ മൂവി. വെരി ഗുഡ്, ഫസ്റ്റ് ക്ലാസ് മൂവി. പടം നല്ല പടമായിരുന്നു. നമുക്ക് എല്ലാ കുടുംബം, അതായത് ഒരു ഫാമിലി പടം വളരെ മികച്ചൊരു സിനിമയാണ്. പഴയകാല ചരിത്രത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു കോണ്ടൻ്റാണ് പടത്തിൽ കാണിച്ചിരിക്കുന്നത്. വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജാതിയുടെയും മതത്തിൻ്റെയും അതിർവരമ്പുകളില്ലാതെ ഒരു മനുഷ്യൻ്റെ പച്ചയായ രാഷ്ട്രീയം എന്താണെന്ന് വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു എൻഡിങ്ങിലേക്കാണ് പടം കൊണ്ടുവന്നെത്തിക്കുന്നത്. ഒരു ക്രൈസ്തവൻ്റെയോ അതുപോലെ ഒരു ഹൈന്ദവനായിട്ടുള്ള ഒരു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ മുസ്ലിമിൻ്റെയോ അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള വേർതിരിവുകളില്ലാതെ ഒരു മനുഷ്യൻ എങ്ങനെയാവണം അല്ലെങ്കിൽ ഏത് രീതിക്ക് പ്രവർത്തിക്കണം. ഇപ്പോൾ ഈ പറഞ്ഞ ലാസ്റ്റ് നമ്മുടെ 1ാം വർഷ വിദ്യാർത്ഥി മരണപ്പെട്ടായിരുന്നു, ഒരു BDS വിദ്യാർത്ഥി. അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു സിനിമ ഇവിടെ ഇറക്കേണ്ടത് കറക്റ്റ് ടൈമിലാണ്. കാരണം വളരെ അനിവാര്യമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് ഈ പടം നമുക്ക് മുമ്പിലേക്ക് നിലവിൽ എത്തിക്കപ്പെട്ടിരിക്കുന്നത്. ഇതുപോലുള്ള പടങ്ങളാണ് നമുക്ക് ഇവിടെ നിലവിൽ വിജയിക്കേണ്ടതും അതുപോലെ ഇന്നത്തെ തലമുറയെ കൊണ്ടുവന്ന് കാണിക്കേണ്ടതും. അല്ലാതെ കേരള സ്റ്റോറി പോലെയുള്ള വർഗീയ വിഷവിത്തുകൾ പാകിക്കൊണ്ടുള്ള സിനിമയിലേക്കല്ല. ഇതുപോലുള്ള പടങ്ങൾ വിജയിക്കണം, ഇനിയും ഇതുപോലുള്ള നല്ല നല്ല പടങ്ങൾ. കാരണം ഇതിനകത്ത് ഓപ്പണായിട്ട് പറയുന്നുണ്ട്, അതായത് ഇവിടെ ക്രൈസ്തവനുണ്ട്, മുസ്ലിമാനുണ്ട്, ഹൈന്ദവനുണ്ട്, അതുപോലെ കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ഇതെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അവസാനം ഈ പടം കൊണ്ടുവന്നെത്തിക്കുന്നത് വ്യക്തമായിട്ടുള്ള, അതായത് ജാതിയുടെയോ നിറത്തിൻ്റെയോ മതത്തിൻ്റെയോ അതിർവരമ്പുകളില്ലാതെ ഒരു പച്ചയായിട്ടുള്ള മനുഷ്യൻ്റെ രാഷ്ട്രീയം എന്താണോ, അതായത് ജാതിവെറിയോ മതവെറിയോ ഒന്നും നോക്കാതെ മനുഷ്യനായിട്ട് ജീവിക്കണം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നെത്തിക്കുന്ന ഒരു പടമാണ്. ഡയറക്ഷനും എടുത്തു വച്ചിരിക്കുന്ന പോർഷൻസും എല്ലാം വളരെ അടിപൊളിയാണ്. അതുപോലെ തന്നെ പടത്തിൻ്റെ മേക്കിംഗ് ക്വാളിറ്റി ഭയങ്കര അടിപൊളിയാണ്. അത്യാവശ്യം പടം നമുക്ക് ലാഗില്ലാണ്ട് ഫാമിലിക്ക് സുഖമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നു. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ള കാര്യങ്ങൾ തിയേറ്ററിൽ കാണുമ്പോഴത്തേക്കും അതൊത്തിരി വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ശരിക്കും തിയേറ്റർ വാച്ച് ചെയ്യേണ്ടതാണ്, മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. പിന്നെ ഡിജോ ചേട്ടൻ്റെ ആ ഒരു എപ്പോഴും പറയുന്ന പൊളിറ്റിക്സ് തന്നെ നമ്മൾ മനുഷ്യനായിട്ട് വന്ന് കാണുക സിനിമ, മനുഷ്യത്വപരമായിട്ട് വന്ന് കാണുക സിനിമ, അത്രയേ ഉള്ളൂ പറയാൻ. ബ്യൂട്ടിഫുൾ സിനിമയാണ്. സിനിമ അടിപൊളിയായിരുന്നു. ഞാൻ ഇതിനകത്ത് റോസിന് വന്ന ക്യാരക്ടറാണ് ചെയ്യണേ, കയ്യാൾഡു ചേച്ചിയുടെ അനിയത്തിയായിട്ടാണ് ചെയ്യണേ. അടിപൊളിയായിരുന്നു. അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു. ഫാമിലി കാണാൻ പറ്റിയ പടമാണ്. ഡിജോ ചേട്ടൻ്റെ ജനഗണമന പോലെ തന്നെ അടിപൊളി മൂവിയായിരുന്നു. ഇതൊരു ക്യാരക്ടറോട് ചെയ്യാൻ പറ്റുമ്പോൾ അത്രയ്ക്ക് സന്തോഷമുണ്ടാവും. ഫാമിലി മൂവിയാണ്, ഒരു ആക്ഷൻ, എല്ലാം ഉണ്ട്, റൊമാൻസ് ആക്ഷൻ എല്ലാം ഉള്ള മൂവിയാണ്.